ഹലോ മക്കളെ, ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പാരൻസിനും ഉള്ള ഒരു ഡൗട്ട് അല്ലേ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷേ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അത് ഫുള്ളായിട്ട് കാണുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. കാര്യം സിമ്പിളാണ്. നിങ്ങൾ നമ്മുടെ തന്നെ മുൻപത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് സി ബി എസ് ഇ പഠിച്ചു കഴിഞ്ഞാൽ +1 +2 നീറ്റിന് വേണ്ടി പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആവുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ മിസ് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ കുട്ടികൾ കുറേ കാര്യങ്ങളൊക്കെ സംശയമായിട്ട് ചോദിച്ചത്. അതായത് 10ാം ക്ലാസ് വരെ പഠിച്ചത് സ്റ്റേറ്റ് സിലബസ് ആണ്, ഇനി ഞങ്ങൾ CBSEയിലേക്ക് മാറുമ്പോൾ +1 +2 CBSEയിലേക്ക് മാറുമ്പം ബുദ്ധിമുട്ടാവില്ലേ എന്നാണ് നമ്മൾ പാരൻസിനോട് സംസാരിച്ചപ്പോഴും കുട്ടികളോട് സംസാരിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്. മനസ്സിലായി, CBSE കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടി, പക്ഷേ അത് ബുദ്ധിമുട്ടാവില്ലേ മോൾക്കല്ലേ മോന് ബുദ്ധിമുട്ടാവില്ലേ? അപ്പം എൻ്റെ കുട്ടികളോടും അതുപോലെ നമ്മുടെ പാരൻസിനോടാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, +1 +2 അങ്ങനെ സ്റ്റേറ്റ് സിലബസ് CBSE സിലബസ് അങ്ങനെ ഇല്ല. എല്ലാവരും പഠിക്കുന്നത് NCERTൻ്റെ സിലബസാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വരെ CBSE പഠിച്ച ആൾക്കാർ NCERT ആണ് പഠിച്ചത്. അപ്പോൾ അവർക്ക് വളരെ സ്മൂത്തായിട്ട് അവർക്ക് ഒരു ചേഞ്ച് വരില്ല. സ്റ്റേറ്റ് സിലബസ് 10 വരെ പഠിച്ച മക്കൾക്കാണെങ്കിൽ പെട്ടെന്ന് NCERTയിലേക്ക് വരുമ്പോൾ, ഇത്രയും കാലം അവർ NCERT ആയിരിക്കും പഠിച്ചത്, ഇപ്പോൾ NCERTയിലേക്ക് വരുന്ന സമയത്ത് ഒരു ചേഞ്ച് ഫീൽ ചെയ്യും. ടെക്സ്റ്റ് ബുക്കിൻ്റെ കണ്ടൻറ്റിലായാലും അതുപോലെ തന്നെ ആ രീതി ആയാലും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ അതിലാലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തത്, എത്ര ടഫായിട്ടുള്ള കാര്യവും ഏറ്റവും ഈസി ആക്കിയിട്ടാണ് നമ്മുടെ എക്സാമിനർ ഇന്ന് വരെ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ എക്സാമിനർ ഫാക്കൽറ്റീസാണ് നമ്മുടെ കുട്ടികളെ +1ലും +2ലും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടായാലും നിങ്ങളുടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടായാലും പ്രിപ്പയർ ചെയ്യിക്കുന്നത്. അപ്പോൾ ടഫാവുക എന്ന് പറയുന്നൊരു കാര്യമില്ല, കാരണം നമ്മളെല്ലാവരും ഉണ്ട്. ഓക്കെ, നിങ്ങൾ അത് മനസ്സിലാക്കി തരുന്ന ഏറ്റവും സിമ്പിളാക്കി തന്നെ തരും. പിന്നെ മക്കളെ, നിങ്ങൾ പഠിക്കുന്നത് വെറും ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ്. അപ്പോഴെന്തായാലും നമ്മൾ കുറച്ചുകൂടെ ഹയർ ലെവലിൽ പഠിക്കണം. അത് വെച്ച് നോക്കുമ്പോൾ CBSE ആയാലും സ്റ്റേറ്റ് ആയാലും വലിയ വ്യത്യാസമൊന്നും വരില്ല. കാരണം ഈ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് വെറുതെ ചുമ്മാ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന അതിനു വേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വായിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും, കണ്ടൻറ്റൊക്കെ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും. പക്ഷേ നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ എന്തായാലും അതിനേക്കാൾ മുകളിൽ, അതിനേക്കാൾ ഹയർ ലെവലിൽ നിങ്ങൾ പഠിക്കും. അപ്പം നിങ്ങൾക്ക് ഈ CBSE ടെക്സ്റ്റ് ബുക്കൊന്നും അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കൊന്നും ഒട്ടും ബുദ്ധിമുട്ടാവില്ല. പിന്നെ ഇതിന് കുറേ ഗുണങ്ങളാണുള്ളത് നമ്മൾ പേടിക്കുന്നതിനേക്കാൾ. കാരണം അനാവശ്യമായിട്ട് നമുക്ക് ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, +1 പരീക്ഷ ഇതൊന്നുമില്ല. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ആകെയുള്ളൊരു ബോർഡ് എക്സാം 12th-ലാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള ഈ സമയമൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാം. പിന്നെ ഈ ഒരു +1 +2 കാലഘട്ടത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേഷൻസ് കുറച്ചുകൂടി സ്പീഡാക്കാം. ഇതൊക്കെ നിങ്ങളെ നീറ്റ് എക്സാമിന് വളരെയധികം സഹായിക്കും. ഈ കാൽക്കുലേഷൻസ്, മെൻ്റൽ കാൽക്കുലേഷൻസ്. നമ്മൾ +1 +2 സ്റ്റേറ്റിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ മെൻ്റൽ കാൽക്കുലേഷൻസിൻ്റെ ആ ഒരു എബിലിറ്റി ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ CBSE ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനിയിപ്പം ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് +1ഉം +2 സമയമുണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ സ്ലോ ആയി പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് +1ൽ ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും ബോർഡ് എക്സാം ഒന്നുമില്ല. +2 ലാസ്റ്റ് നിങ്ങൾക്കൊരു ബോർഡ് എക്സാം ഉള്ളൂ. അത് കഴിഞ്ഞാലാണ് നിങ്ങൾ നീറ്റ് എഴുതാനും പോകുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ, ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണെങ്കിൽ നിങ്ങൾക്ക് CBSE ചൂസ് ചെയ്യാം. ഇനി അതല്ല സ്റ്റേറ്റ് തന്നെ മതി എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മുടെ എക്സാമിനറിൻ്റെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള റെസിഡൻഷ്യൽ ക്യാമ്പസും ഉണ്ട്, നിങ്ങൾക്കതും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, വിളിച്ചിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വേറെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ആ കമൻസും നിങ്ങളുടെ ഡൗട്ട്സും എല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. വേറെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാം. ഓക്കെ.